ഗൈസ് കാലത്ത് തന്നെ ഉറുമ്പടിച്ചിട്ടാണ് ഞാൻ 8 മണിക്ക് എണീക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു 8 മണിയല്ലേ ആയുള്ളൂ, കുറച്ച് നേരം കൂടി കിടന്നുറങ്ങാമെന്ന്. അങ്ങനെ ഞാൻ പിന്നെയും കിടന്നുറങ്ങി. പിന്നെ എണീക്കുന്നത് ഞാൻ 12 മണിക്കാണ്. ഇത്ര നേരം കിടന്നുറങ്ങിയില്ല. ഇപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം വെറുതെ ഇരിക്കാമെന്ന്. അങ്ങനെ കുറേ അധികം നേരം ഞാൻ വെറുതെ ഇരുന്നു. അങ്ങനെ കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ച് എണീച്ചായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ കുറച്ച് നേരം വെറുതെ ഇരുന്നു. അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്, വീട്ടിൽ കുറേ പണിയുണ്ടായിരുന്നു. അപ്പോൾ ആ പണിയെടുക്കാനുള്ള മടിയായിരുന്നു. ഞാൻ വിചാരിച്ച് പുറത്ത് പോകാമെന്ന്. അങ്ങനെ ഇൻസ്റ്റ നോക്കിയപ്പോഴാണ് ഒരു ചേച്ചി കുണുങ്ങണ വീഡിയോ ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന്. പക്ഷേ എല്ലാവരും ശരിയാവണമെന്നില്ലല്ലോ. ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല. എൻ്റെ ശരിയായില്ല. അങ്ങനെ കുളി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആദ്യം ഞാൻ പോയത് താത്താൻ്റെ ഷോപ്പിക്കായിരുന്നു. അപ്പോഴാണ് അവിടെ വെച്ച് ഒരാളെ കാണുന്നത്. ഗൈസ്, ഇതാണ് ശ്രീഷ്മയുടെ അമ്മ. നമുക്ക് ചായ മേടിച്ചു തരാം. ചായ. അങ്ങനെ അമ്മ മേടിച്ചെന്ന ചായയും പഴംപൊരും കഴിച്ച് ഞാൻ സ്വാതിക്ക് പോയി. അങ്ങനെ രാത്രി ഗംഭീര മഴ പെയ്തു. മഴ പെയ്ത് തുറന്നപ്പോൾ അടുത്തുള്ള സ്റ്റോപ്പിൽ പോയിരുന്നു ഞാൻ. അപ്പോഴേക്കും ഷോപ്പ് ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. പോരാത്തതിനെ കടയിൽ കസ്റ്റമറും ഇല്ല. ഞാൻ പിന്നെ ഇടയ്ക്ക് അവിടെ വന്നിരിക്കാറുണ്ട്. ഇടയ്ക്ക് ചില കഴിവേറികൾ വന്ന് നിർത്തിയിട്ട് ചോദിക്കുമ്പോൾ ഒരു നോയിൻ്റെ കൂടെ. അപ്പം ഞാൻ പറയും ഞാൻ വരുന്നില്ലാന്ന്. ഇവരാണ് ഞങ്ങളുടെ ഷോപ്പിൽ വർക്ക് ചെയ്യണ അനാറഷ്കർ. അങ്ങനെ അവരായിട്ട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ആകാശത്ത് കൂടെ ഒരു സാധനം പോയത്. ഇത് കണ്ട് കിളി പോയാൽ ഞാൻ കുറച്ച് നേരം അവിടെ തന്നെ അന്തം വിട്ടു നിന്നു. അധികം നേരം അവിടെ തന്നെ എന്നാൽ കോമഡി എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ഷോപ്പ് ക്ലോസ് ചെയ്ത് ഞാൻ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ ശരി, ഞാൻ വേഗം പോയി കിടന്നുറങ്ങട്ടെ. ഗുഡ് നൈറ്റ്.